ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം പിന്നെയും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നല്ല തിരക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. മോളെ ചേർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോളേജിലേക്ക് 2-3 പ്രാവശ്യം പോയി. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ള വീഡിയോസൊക്കെ ചെറുതായിട്ടൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാമല്ലോ. നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ ഫോണിൽ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്താൽ കുറേ കഴിഞ്ഞൊക്കെ ഡിലീറ്റായി പോട്ടാ, ഇപ്പോൾ സ്പേസ് ഇല്ലാണ്ടൊക്കെ. അപ്പോൾ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇടയ്ക്കൊക്കെ കാണാമല്ലോ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ മോൾക്ക് കോഴിക്കോട് ക്യാമ്പ് സിറ്റി കോളേജിൽ ആർക്കിടെക്ചറിന് കേട്ടോ മെറിറ്റ് സീറ്റിൽ കിട്ടിയതാണ്. അപ്പോൾ അവളെ ചേർത്തേണ്ട കാര്യത്തിന് നമുക്കായിട്ട് 2-3-4 പ്രാവശ്യമായി പോകണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പോകുമ്പോൾ നമ്മളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു അവളെ ഹോസ്റ്റലിലാക്കാനും കൂടിയിട്ട്. അപ്പോൾ കോളേജിന് തൊട്ടടുത്തുള്ള ഹോസ്റ്റൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ആക്കാനും കൂടിയിട്ട് അങ്ങനെ പോയി. ഇവിടെ തന്നെ മെഡിക്കൽ കോളേജും MBBS പഠിക്കുന്ന കുട്ടികളും അതുപോലെ എൻജിനീയറിങ്ങും BDSും അങ്ങനെ എല്ലാതും ഉണ്ട്. ആയുർവേദിക്കിൻ്റെയും എല്ലാ കോളേജുകളും ഉണ്ട് കേട്ടോ. അപ്പുറത്തായിട്ട് തന്നെ മുഴുവൻ വലിയ വലിയ കോളേജുകളാണ് കേട്ടോ. എല്ലാതും വരെ തന്നെ ക്യാമ്പ് സിറ്റി കോളേജ് തന്നെയാണ്. അപ്പോൾ ഇവരെ ആർക്കിടെക്ചറിൻ്റെ കുറച്ചധികം വലിയ കോളേജല്ല കേട്ടോ. പിന്നെ കുറച്ച് കുട്ടികളുള്ളൂ അവിടെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ കോഴിക്കോട്. പോണ വഴിക്ക് നമ്മൾ ഇവിടെ ലുലുവിലും കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ രാവിലെ ഒരു 11 മണി 11:30 ആകുമ്പത്തിന് ഇവിടെ എത്തിയിട്ടാ. മുക്കത്താണ് ഇതുള്ളത്. NIT കോളേജിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇവരെ കോളേജ്. അപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ച് പോരുമ്പോൾ ഭയങ്കര വിഷമത്തിലാട്ടോ. കാരണം ഇവളങ്ങനെ വീട് വിട്ടിട്ട് അങ്ങനെ നിൽക്കണ ഒരാളൊന്നും അല്ല കേട്ടോ. എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ഹെൽപ്പായിട്ടും ഒക്കെ ആയിട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ ഭയങ്കര വിഷമം വരുന്നിട്ടാ മോളെ അവിടെ ആക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ. അപ്പോൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളും എല്ലാവരും കൂടിയിട്ടാണ് കൊണ്ടാക്കാൻ വേണ്ടി പോയത്. പിന്നെ അപ്പോൾ അതിനിടയിൽ എനിക്ക് പോണേൻ്റെ തലേദിവസം അതുപോലെ പിറ്റേ ദിവസവും ഒക്കെ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമുള്ള ഓർഡറൊക്കെ ഞാൻ ചെയ്ത് വെച്ച് 3 കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാതെ ഞാൻ ഒരുവിധമൊക്കെ ഫിനിഷിങ് കഴിച്ച് വെച്ചിട്ടൊക്കെയാണ് പോയത്. കാരണം നമ്മളിപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി ഒരു 11 മണിയൊക്കെ ആയിട്ടാണ് തിരിച്ചെത്തുമ്പോൾ. മിക്ക യാത്ര ഇപ്പം അങ്ങനെ അന്നൊക്കെ തിരിച്ച് വരുമ്പോൾ രാത്രിയാവും. അപ്പോൾ എത്തുമ്പോഴത്തേക്കും നമുക്ക് ടയേർഡാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ക്ഷീണം കൂടുന്നുള്ള പറഞ്ഞ പോലെ എല്ലാം കൂടിയിട്ട് ചെയ്യുമ്പോഴേ കുറേ ജോലിയും പിന്നെ യാത്രയും കൂടി ആകുമ്പോൾ തീരെ വയ്യാണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടയേർഡാവും. ശരിക്കും പറഞ്ഞാൽ ഒരു കുറേ ദിവസം അങ്ങനെ അങ്ങോട്ട് യാത്ര ആകുമ്പോൾ പനി പിടിച്ച പോലത്തെ ഒക്കെ അവസ്ഥ കേട്ടോ. അതിനിടയിൽ മൂത്ത മോള് കോയമ്പത്തൂരാണല്ലോ പഠിച്ചത്. അപ്പോൾ അവളെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ജോലിക്കൊക്കെ കയറിയേക്കണ്. അപ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നമുക്കൊരു 3-4 മാസം കഴിഞ്ഞിട്ട് അവരെ കോളേജിലേക്ക് തന്നെ അയക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അയച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നെല്ലാം അതിൻ്റെ 2 ദിവസം മുന്നേ കേട്ടോ. അപ്പോൾ ഈ യാത്രകളൊക്കെ അടുപ്പിച്ച ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പറയുന്നത്. അപ്പോൾ കോയമ്പത്തൂർ പോയിട്ട് അതും രാവിലെ നമുക്ക് പുലർച്ചെ ഒരു 4 മണി 4:30 പോയി കഴിഞ്ഞാൽ ഈ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് തന്നെ തിരിച്ചു പോരുകയാണല്ലോ. അപ്പോൾ കുറേ ദൂരം നമുക്ക് 8-10 മണിക്കൂറൊക്കെ യാത്ര ചെയ്യണ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് തീരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ യാത്ര. പക്ഷേ ഭയങ്കര ടയേർഡാവും വയ്യാതാവും കുറച്ച് കൂടുതലാട്ടോ. ആദ്യത്തെ പോലെ ഒന്നുമല്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ പക്ഷെ മക്കളുടെ കാര്യത്തിന് ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. ഇവിടെ 5 ആളാണ് മക്കൾ. അപ്പോൾ 5 ആൾക്കും 5 തരം കാര്യങ്ങളുണ്ടാവും. അതുപോലെ കോളേജ് ചേർത്താനും സ്കൂളത്തെ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നമ്മൾ തന്നെ പോകണം. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങോട്ട് ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കോഴിക്കോട് പോണ വഴിക്ക് തന്നെ കേട്ടോ ഈ നമ്മുടെ കോഴിക്കോട് ലുലു ഉണ്ടല്ലോ പുതിയ തുടങ്ങിയത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കാന്നൊക്കെ പറഞ്ഞാൽ രാവിലെ നമ്മൾ തുറക്കണ സമയത്താണ് എത്തിയിട്ട് ഒരു 10 മണിയായി അവിടെ എത്തുമ്പോൾ. അപ്പോൾ അത് ഓപ്പണായി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് അത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും തിരക്ക് നിങ്ങൾ കാണില്ല. അത്യാവശ്യം തിരക്കൊക്കെ അയക്കണം. എന്നാലും നമുക്ക് നടക്കാൻ പറ്റാത്തത്ര കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 1-1.5 മണിക്കൂർ നിന്നുള്ള കുറേ നേരമൊന്നും വലിയ പർച്ചേസിങ്ങും കുറേ നടക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം ഇവിടെ കോളേജിലെത്തിയിട്ടും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇത് കുറച്ച് ഫുഡ് ഐറ്റംസും അതുപോലെ ബാഗിനൊക്കെ ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ അതിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ. 50% ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ബാഗ് വാങ്ങി. പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളും പിന്നെ മോൾക്ക് ഹോസ്റ്റലിലേക്കുള്ള കുറച്ച് ഈത്തപ്പഴം നട്ട്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വാങ്ങിയുള്ളൂ കേട്ടോ. അല്ലാണ്ട് കുറേ നടക്കാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരു 11:30 ആയിട്ട് അവിടെ കയറി തിരിച്ചിറങ്ങുമ്പോൾ അപ്പോൾ തന്നെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി
എന്നും ഇതിലൊക്കെ കാണാം, വീഡിയോയിലൊക്കെ കാണാം നല്ല തിരക്കുണ്ടെന്ന്. ഇനിയിപ്പോൾ കുറഞ്ഞൊന്നും അറിയില്ല കേട്ടോ ഈ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ. എന്നിട്ടൊക്കെയാണ് നമ്മൾ കോളേജിലെത്തി മോളെ അവിടെ ആക്കി പിന്നെ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ ചെറുതായിട്ട് ഇട്ടതാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്നാൾ ഡോണറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2-3 കേക്കിൻ്റെ ചെറുതായിട്ട് ഡെക്കറേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം പാല് ചൂടാക്കിയിട്ടുണ്ട്. ആ പാല് നമുക്ക് കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3/4 കപ്പ് പാല് ചെറുതാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു നല്ല ഈസ്റ്റ് നോക്കിയിട്ട് കുറച്ച് വലിയ പാക്ക് വാങ്ങിയാൽ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പിന്നെ ആവശ്യമയത്ത് എടുത്താൽ മതി കേട്ടോ. പുറത്ത് വെച്ച് തണുപ്പ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ആവശ്യമയത്ത് നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം. നല്ല ഈസ്റ്റ് നോക്കി വാങ്ങാം കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. പഴയ ഈസ്റ്റൊക്കെ വാങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടാവും. അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് വലിയ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ, മധുരത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിലും കുറച്ച് ഓയിൽ. ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തത്, ബട്ടർ ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ, ഡോണറ്റ് കേക്കിൻ്റെ കൂടെ. കേക്ക് തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോണറ്റ് പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 കപ്പോളം മൈദയാണ് ചേർക്കുന്നുണ്ട്, 2.5-2.25 ഇട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ പാല് കുറവാണെങ്കിൽ ഇത്തിരി അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതാക്കാം കേട്ടോ. നല്ല ടൈറ്റായിട്ട് കുഴക്കണ്ട, ഒത്തിരി ലൂസായിട്ട് കുറച്ച് ഒട്ടി പിടിക്കണ പോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് വരിക കേട്ടോ. പിന്നെ നമുക്കിത് എന്താ പറയുക, നമ്മുടെ സ്റ്റാൻഡ് മിക്സർ ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, അതെനിക്ക് മടിയാണ്. അത് എടുത്തിട്ട് പിന്നെ അത് കഴുകാനും പിടിക്കാനൊക്കെ നിൽക്കണ്ട വിചാരിച്ചിട്ട് കൈക്കൊണ്ട് തന്നെ കുഴച്ചെടുത്തത്. അപ്പോൾ ഏകദേശം 3 കപ്പിൻ്റെ അടുത്തേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിക്ക് കഴുകിയതിന് ശേഷം അതിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കുഴക്കണം, എന്നാലാണ് ഇത് നന്നായി സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇതിന് നമുക്ക് നന്നായി ഒട്ടലൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് വരണം. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പൊങ്ങി കിട്ടും കേട്ടോ. ഒരു നന്നായിട്ടൊന്ന് മൂടി കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ, നന്നായി കുഴച്ചെടുക്കണം, അത് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം, എന്നാലാണ് നമ്മൾ ബ്രെഡായാലും ബണ്ണായാലും ഡോണട്ടായാലും അതിൻ്റെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ടൊരു 1.5 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. ഇനി അഥവാ നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഓവൺ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഉള്ളിലേക്ക് വെച്ചാലും മതി. അല്ലാണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇത് ഒരു 9-10 ഒക്കെ ആക്കിയിട്ട് വലിയ സൈസിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ചെറുതാണെങ്കിൽ 15 വരെ ഈ ഡോണറ്റിൻ്റെ അളവിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു അളവ് ഞാൻ വലിയ സൈസായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ, കുറച്ച് വലിയ നമുക്ക് വിൽക്കാനുള്ളതാണല്ലോ, അപ്പോൾ കുറച്ച് വലിയ ഇതായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത് ഒരു 5 250 രൂപ അങ്ങനെ റേറ്റിനാണ് കൊടുക്കണത് കേട്ടോ. 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോണറ്റിൻ്റെ റെസിപ്പി, അതുപോലെ കേക്കിൻ്റെ പ്രൈസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ പുതിയ റേറ്റൊക്കെ ഒന്ന് കൂട്ടിയിട്ടൊക്കെ ഉണ്ട് ചിലവർ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ആ പഴയ റേറ്റിന് ഇപ്പോഴും കൊടുക്കുന്നത്, കൂട്ടിയിട്ടൊന്നുമില്ല. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ലേശം മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും റേറ്റ് കൂടുതലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എപ്പോഴും ഇപ്പോൾ മെറ്റീരിയൽസിനൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റാണ് കേക്കിൻ്റെ ഐറ്റംസ് വാങ്ങാൻ പോയാലാവുന്നത്. അപ്പം ഞാനിതാ ലാസ്റ്റത്തെ ചെറുതൊക്കെ നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ വെക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്ന് ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് ചൂടാക്കണ്ട, തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ
ഇതും പുറം ഭാഗം വേഗം കളറുകൊണ്ട് മാറും, ഉള്ളിൽ വേവില്ല. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുക. എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ, നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡോണട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. അടുപ്പിച്ച് നമുക്ക് മിക്കതും ചിലപ്പോൾ ഓർഡറൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കേക്കിൻ്റെ കൂടെ തന്നെ ഡോണട്ടും കൂടി ഓർഡർ ഉണ്ട്. ഇത് പെട്ടെന്ന് വന്നതാട്ടോ, എൻ്റെ ഐറ്റംസ് കുറവാണ്, എന്നാലും ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്ത് കൊടുത്തത്. രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർഡർ വരുമ്പോഴേ ഇതുപോലെ പെട്ടെന്ന് വാങ്ങാൻ പോകാൻ അടുത്തൊന്നും കടലില്ല കേട്ടോ. നമുക്ക് കുറച്ചുകൊണ്ട് ദൂരെയാണ് നമ്മുടെ ഈ കേക്കിൻ്റെ ഷോപ്പുകളൊക്കെ ഉള്ളത്, തൊട്ടടുത്തൊന്നല്ല. അപ്പോൾ അവിടെ പോകണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ വണ്ടി അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറി പോകണം. അപ്പോൾ തന്നെ ഒരു 2-3 മണിക്കൂർ അങ്ങനെ പോകും കേട്ടോ, പോയി വരണമെങ്കിൽ തന്നെ. അപ്പോൾ ഒരുവിധ ഐറ്റംസൊക്കെ ഞാനിങ്ങനെ കയ്യിൽ കരുതി വെക്കും കേട്ടോ, പെട്ടെന്ന് എന്തെങ്കിലും കേക്ക് ചെയ്യണമെങ്കിലൊക്കെ. അപ്പോൾ അത് തിരിച്ചും മറിച്ചൊക്കെ എടുത്തിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഉള്ളിലൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കങ്ങനെ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, ഡോണട്ടുകളും എല്ലാതും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വെറുതെ കഴിക്കാനും പഞ്ചസാരയിലൊക്കെ മുക്കി വെറുതെ വേണമെങ്കിൽ കഴിക്കാം. ചോക്ലേറ്റൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ തീരെ കനം ഉണ്ടാവില്ല കേട്ടോ, ലൈറ്റ് വൈറ്റായിട്ടാണ്. നമുക്ക് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൊണ്ട് വീർത്ത് വരും. അപ്പോൾ നമുക്ക് മറിച്ചിടുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, തീരെ വെയിറ്റ് ഉണ്ടാവില്ല കേട്ടോ. വെയിറ്റ് ഇല്ലാത്ത ഒരു ഇതാണ് ശരിക്കും പോലെ ആവുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം പിന്നെ ചോക്ലേറ്റിലൊന്ന് മുക്കി, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ വോയിസ് ഒന്നും കട്ടായിട്ടാ, ആരാ വന്നിട്ടേ. അപ്പോൾ ഇതിൽ ചോക്ലേറ്റിലൊക്കെ മുക്കി പിന്നെ എന്തെങ്കിലും സ്പ്രിങ്കിൾസ് അല്ലെങ്കിൽ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ബോക്സിലാക്കി കൊടുക്കട്ടെ. അവൻ്റെ ഡോണറ്റിൻ്റെ ബോക്സൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അങ്ങനെ പുറമൊന്ന് കാണുന്ന പോലത്തെ ബോക്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് പെട്ടെന്നുള്ള കാരണം നമ്മുടെ കയ്യിലുള്ള ബോക്സിലൊക്കെ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 പീസ് ബ്രൗണി ഉണ്ടായിരുന്നു, പിന്നെ കേക്കും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ സെറ്റ് ചെയ്ത്, ഇതിൻ്റെ കൂടുതലുള്ള കേക്കൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതാണ്. പിന്നെ ഒരു 1 kg എന്താ പറയുക ചോക്ലേറ്റ് ട്രഫിൾ കേക്കും, പിന്നെ ഒരു 1/2 കിലോൻ്റെ ഒരു ഡ്രീം കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് വൈകുന്നേരം കൊടുക്കണതാണ്. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് ഫോട്ടോ മാത്രം എടുത്തിട്ടുള്ളൂ, വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഉണ്ടായിരുന്ന ഓർഡറാണ് ഒരു 2 കിലോൻ്റെ ഒരു വൈറ്റ് ഫോറസ്റ്റ് 2 ടയറാണ് കേട്ടോ. പിന്നെ ഒരു 1 കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. 2 സ്ഥലത്തേക്ക് തന്നെ കേട്ടോ, ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ അത് ഞാൻ ആക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊരു ഈ ഒരു 3 ടിന്നിലും കൂടി 2 ടയർ 2 കിലോൻ്റെ ബാറ്ററി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 3 ടിൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ച് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ 2 കിലോൻ്റെ ആക്കിയതിന് ശേഷം പിന്നെ 1 കിലോൻ്റെ കൂടി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ ഓരോ കേക്കായിട്ട് ബേക്ക് ചെയ്യാണ് കേട്ടോ. ഇത് ബേക്ക് ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനത് 2 ടയറാണല്ലോ. അപ്പോൾ ഞാനിന്ന് സെറ്റാക്കി വെച്ച് പിറ്റേ ദിവസം കൊടുക്കാനുള്ള കേക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ കേക്കൊക്കെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് 2 കിലോൻ്റെ കേക്കാട്ടോ, ഇത് 3 കേക്കും കൂടിയിട്ട്. പിന്നെ മറ്റേത് 1 kgയുടെ. അപ്പോൾ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ക്രം കോട്ട് കഴിച്ച് കുറച്ച് നേരം ഒരു 2-4 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലാസ്റ്റ് കോട്ടിങ്ങും പിന്നെ ഒന്ന് നന്നായി സെറ്റായതിന് ശേഷം സ്റ്റാക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. 2 ടയർ ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരം സെറ്റ് ചെയ്ത് വെക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് എടുത്ത് വെക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിൽ ഒരു അവിടുത്തെ എൻ്റെ ഉപ്പയുള്ള വീടുണ്ടല്ലോ. അപ്പോൾ അവർ അവിടെ പുതിയ വീട്, നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കുറേ കാലമൊക്കെ. നമ്മളിപ്പോൾ ഈ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് അധികമായിട്ടില്ല. അപ്പോൾ അവിടെ ഒരു പഴയ വീടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിപ്പോൾ അവിടെ പുതിയ വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പണിംഗ് കുറ്റൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4 ദിവസം ഞങ്ങൾ അവിടെ ഇരുന്ന്. അപ്പോൾ ഈ ഓണം വെക്കേഷൻ തന്നെ ആയിരുന്നു ആ ഒരു ഇത് കേട്ടോ, ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും മക്കളെല്ലാവരും അവിടെ ഇരുന്നിട്ട് ഒരു 4 ദിവസം അവിടെ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ചേർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിപ്പോകണ തിരക്കിൻ്റെ ഇടയിൽ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കേണ്ട ഇടയിൽ എനിക്കൊരു 3-4 ഓർഡർ ഞാൻ മിസ്സാവുകയും ചെയ്തു കേട്ടോ, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടുത്തെ ആ ഒരു തിരക്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് കേക്ക് ചെയ്ത് കൊടുക്കാനും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, നല്ല തിരക്കല്ല.
അപ്പോൾ അത് കാരണം ഒരു 4 ഓർഡർ നല്ല ഓർഡറുകളായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ഓർഡർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഓർഡറൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 ദിവസം, ഓണത്തിൻ്റെ 10 ദിവസം, അതിൻ്റെ മുന്നത്തെ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ ഓരോ കാര്യങ്ങൾക്ക് ഇവരെ ചേർത്താൻ. ഇപ്പോൾ 3ാമത്തെ ആളിനെ കേട്ടോ ഇപ്പോൾ കോഴിക്കോട് ചേർത്തിട്ടുള്ളത്. 2ാമത്തെ ആൾ പിന്നെ ഡിഗ്രി ലാസ്റ്റ് ഇയർ അയക്കണം കേട്ടോ. അവൾ പിന്നെ കെമിസ്ട്രി എടുത്തിട്ടുള്ളത്. പിന്നെ മൂത്താൾ പിന്നെ കഴിഞ്ഞേക്കണം കേട്ടോ, ജോലി അയക്കണം. അപ്പോൾ ഇവരെ ഓരോ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഇക്കാക്ക് ഇങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ പോകണമെന്നും താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഇവരോരോ കാര്യങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലായിടത്തേക്കും പോവലധികം. പിന്നെ എല്ലാവരും കൂടി പോകുമ്പോൾ പിന്നെ ആൾ വണ്ടിയിൽ അങ്ങനെ ആയിട്ട് അങ്ങനെ പോകും. അല്ലെങ്കിൽ ബസ്സിനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എല്ലായിടത്തേക്കും പോവൽ കേട്ടോ. അപ്പോൾ ആ ഒരു തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും സെറ്റാക്കി. പിന്നെ അതുപോലെ ഈ ഒരു 2 tier കേക്ക് ഇതൊരു ലാവണ്ടർ കളറിലാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ നല്ല ഡാർക്ക് കൊടുത്താൽ ചിലപ്പോൾ ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു കളർ വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ ഏതെങ്കിലും ഒരു കളർ അങ്ങനെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് കൊടുത്ത കാരണം കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. നന്നായിട്ട് കടുത്ത കളർ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ടേസ്റ്റ്, ഒരു ടോണിക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ഈ കളറിന് വരാറുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു 2 കിലോൻ്റെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു നീലിയും വെള്ളം എന്നുള്ള ഇതിലിട്ട. അപ്പോൾ അത് മോളിലെ കോളേജിൽ കേട്ടോ, അവരെ സിസ്റ്ററുടെ എന്തോ ഫീസ്റ്റ് പോലത്തെ പരിപാടി ഉണ്ടാവില്ലേ, അങ്ങനെ എന്തോ അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബേസ് ഉണ്ടായിരുന്നില്ല. അവർ ഒരു പരത്തി ചെയ്യാൻ, അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കട്ട് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഞാനിതൊരു 3 കിലോൻ്റെ ആ ഒരു ഇതിലാണ് പരത്തിയിട്ട് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പറ്റിയൊരു ബേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ള ബേസ് വെച്ചിട്ട് ചെയ്തതാണ് നിറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അതിലും കുറച്ചുകൊണ്ട് വലിയ ബേസാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും. പക്ഷെ ബേസ് വാങ്ങിക്കാൻ പോകാനൊന്നും സമയമില്ല കേട്ടോ. ഇത് രാവിലെ ചെയ്ത് ഒരു 2 മണിയാകുമ്പത്തേനും ഡെലിവറി ചെയ്ത ഒരു കേക്കാട്ടോ. നമുക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി ഗുരുവായൂരാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിൽ ഇതുപോലെയൊക്കെ എഴുതാണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ എഴുതി റെഡിയാക്കിയിട്ട് അപ്പോൾ അതും ഡെലിവറി ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മൂത്ത മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കേക്ക് അങ്ങനെ ഞാൻ ബർത്ത്ഡേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കലേക്ക് മടിയാണ് കേട്ടോ. അതിൻ്റെ ഓർഡറിൻ്റെ ഇടയിൽ കേക്കും കൂടി ഉണ്ടാക്കുക. അപ്പോൾ ഞാനൊരു മിൽക്ക് കേക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ ജോലിക്ക് പോകാനായിട്ട് മുന്നേ ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചെറിയ ആളും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾക്കൊന്ന് ഏത് കേക്കിലും അവളും കൂടി മുറിക്കണം അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ വോയിസ് കൊടുക്കണം കേട്ടോ. സൗണ്ട് ഇങ്ങനെ അടഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്, ജലദോഷം പിടിച്ച പോലെ. കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ.